ഓം ശാന്തി. കുറേ ആളുകളുടെ ആഗ്രഹമാണ് എനിക്ക് നന്നാവണം. പലരും എൻ്റെ അടുത്ത് പരാതി പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും മോശമായ കാര്യം ചിന്തിക്കരുത് എന്ന് സിസ്റ്റർ വീഡിയോ കേട്ടപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചു. കുറച്ച് നാളായി ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ അറിയാതെ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടതായി വന്നുപോയി. അങ്ങനെ വന്നു. ഇപ്പോൾ എനിക്കത് മാറ്റാനാവുന്നില്ല. ഞാൻ പല സ്വഭാവ ദൂഷ്യമുള്ള ആളെ കണ്ടിട്ടുണ്ട്. കുറേയൊക്കെ പരിശ്രമിച്ച് നല്ല സ്വഭാവമുള്ളവരായിക്കൊണ്ട് മോശമായിരിക്കുന്ന അഡിക്ഷൻസ് നിന്ന് രക്ഷപ്പെട്ടവർ ഇങ്ങനെയൊക്കെ മാറി മാറി വരുന്നുണ്ട്. പക്ഷേ ഈ മാറി വന്നുകൊണ്ടിരിക്കുന്നതിലിടയ്ക്ക് എപ്പോഴെങ്കിലും വെച്ച് അതല്ലാത്ത വേറൊരു സാഹചര്യത്തിലേക്ക് കുരുങ്ങുമ്പോൾ അതോടെ അവർ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഡയറക്ഷനിലായി. ഇപ്പം എനിക്ക് വീണ്ടും അതുപോലെ നന്നാവാൻ പറ്റുന്നില്ല, ഞാൻ എന്താണ് ചെയ്യുക എന്ന് പലരും ചോദിക്കുന്നുണ്ടായി. കഴിഞ്ഞ ദിവസം പരമാത്മ മഹാവാക്യത്തിൽ പഠിച്ചപ്പോൾ ഈ ഒരു രഹസ്യം നിങ്ങൾക്കും പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഈശ്വരൻ്റെ മഹാവാക്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സ്വന്തം കുറവുകളെ ദാനം ചെയ്യുന്ന വിധിയിലൂടെ ജീവിതത്തിൽ സദാ സഫലത നേടിയെടുക്കാൻ. കുറവുകൾ എങ്ങനെയാണ് ദാനം ചെയ്യുക? കുറവൊരിക്കലും നമുക്ക് ദാനം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? ഞാൻ അതിൽ അടുത്ത വരി ഓർത്ത് പോവുകയാണ്. ഓരോ ജീവിതത്തിൽ ഭക്തി മാർഗത്തിൽ പോലും പണ്ട് നമ്മളെല്ലാവരും ജീവിതത്തിൽ കാരണന്മാർ അഥവാ നല്ല സംസ്കാരമുള്ളവർ ധാർമ്മിക ചിന്താഗതിയുള്ളവരൊക്കെ പറയും, എന്താണോ നമുക്ക് കുറവുള്ളത് ആ കുറവുള്ള സാധനത്തിന് ദാനം കൊടുത്തോളൂ. ദാനം കൊടുത്താൽ ആ സാധനം നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് എൻ്റെ മുത്തശ്ശി പറഞ്ഞ് ഞാൻ ഓർമ്മിക്കും. എരന്നേ പാതി ധർമ്മം എന്നാണ് മുത്തശ്ശിയുടെ വാക്ക്. എരക്കുക എന്ന് ചേർത്താൽ യാചിക്കുക. എനിക്ക് യാചിച്ച് കിട്ടുന്നത്, ഒരാൾ യാചകനായിട്ട് ജനിക്കേണ്ടി വരുന്നത് അവരുടെ ജീവിതത്തിൽ മുജ്ജന്മത്തിൽ ഒരു അംശമെങ്കിലും പോസിറ്റീവ് ഇല്ലാതെ നെഗറ്റീവ് മാത്രം അക്കൗണ്ട് ആകുമ്പോഴാണ് യാചകൻ്റെ അവസ്ഥയിൽ ജനിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം യാചകനായി ജനിച്ച് ഞാൻ എനിക്ക് യാചിച്ച് കിട്ടുന്നതിൻ്റെ എത്രയാണോ അതിൻ്റെ പകുതി ദാനം കൊടുത്താലാണ് ആ യാചകൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം കിട്ടുക എന്നാണ് പറയുന്നത്. എന്ത് ഇല്ലാത്തതുണ്ടോ അത് ദാനം കൊടുത്താൽ അത് നമ്മുടെ അടുത്തേക്ക് വന്നു ചേരും എന്നതാണ് സത്യം. അപ്പം അതുകൊണ്ട് ദാനം കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ബലഹീനതകൾ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ, കുറവുകളെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അതിനും ദാനം തന്നെയാണ് വിധി. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്നില്ല, ദേഷ്യത്തിൻ്റെ മേലെ നിങ്ങൾക്ക് കൺട്രോളിങ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള ഉത്തമമായ വിധിയാണ് ശാന്തിയുടെ ദാനം കൊടുത്തുകൊണ്ടേയിരിക്കുക. ഞാൻ ശാന്തസ്വരൂപാത്മാവാണ്, ഞാൻ മാസ്റ്റർ ശാന്തി സാഗരനാണ്, ഈ പ്രപഞ്ചത്തിന് ശാന്തിയുടെ വൈബ്രേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ വൈബ്രേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ബിസി ആയി പോയാൽ അറിയാതെ ദേഷ്യം എന്ന സ്വഭാവം നമ്മളിൽ നിന്ന് നഷ്ടമായി പോകും. നിങ്ങൾക്ക് ഭയമാണ് നിങ്ങളുടെ വീക്ക്നെസ് എങ്കിൽ മറ്റുള്ളവർക്ക് ധൈര്യത്തിൻ്റെ ശക്തിയുടെ ഊർജം പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ തന്നെത്താൻ നമ്മുടെ ഭയം നമ്മളോട് നിന്ന് ഇല്ലാതാവും. ഇങ്ങനെ ജീവിതത്തിൽ ഏതൊരു ബലഹീനതയും ഇല്ലാതാക്കണമെങ്കിലും നിങ്ങൾക്ക് അറിവാണ് ആവശ്യമെങ്കിൽ, അഹങ്കാരമില്ലാതാക്കണമെങ്കിൽ അറിവ് നേടിക്കൊണ്ടേയിരുന്നോളൂ, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നോളൂ. നമ്മളറിയാതെ നമ്മളുള്ള അഹങ്കാരത്തിൻ്റെ സംസ്കാരം ഇല്ലാതാവും. അഥവാ നമുക്ക് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോട് എൻ്റെ 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 അവരെൻ്റെ ഇവരെൻ്റെ ആ സാധനം എൻ്റെ ഈ സാധനം എൻ്റെ അങ്ങനെ എൻ്റെ 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 എന്ന് പറഞ്ഞുകൊണ്ട് മാനസിക രോഗിയാകുന്ന ആളുകളെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പരിവർത്തനം കൊണ്ടുവരണമെങ്കിൽ ഒറ്റ പോംവഴിയേ ഉള്ളൂ. അവിടെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക. ഇവരെൻ്റെ എന്ന് സ്നേഹിക്കുക, അവരെൻ്റെ എന്ന് സ്നേഹിക്കുക, ഭഗവാൻ എൻ്റെ എന്ന് സ്നേഹിക്കുക, ഈശ്വരൻ്റെ പ്രപഞ്ചമാണ് ഇതും എൻ്റെ എന്ന് സ്നേഹിക്കുക. അങ്ങനെ എല്ലാവരെയും സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ നിറച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്നോളൂ. നമ്മളറിയാതെ എല്ലാവരും നമ്മുടെയാന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും. ഈശ്വരനോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം വിദീർണമാകുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനെയും സ്നേഹിക്കാൻ നമുക്ക് തോന്നിപ്പോവും, സർവ്വതും എൻ്റേന്ന് തോന്നിപ്പോവും. ആ രീതിയിൽ നമുക്ക് നമ്മളിൽ പരിവർത്തനം കൊണ്ടുവരാം. അതുകൊണ്ട് ഇത്തരത്തിൽ എന്താണോ നമുക്ക് കുറവുള്ളത് അതിന് നിങ്ങൾ ദാനം നൽകൂ. സംസ്കാരത്തിൻ്റെ പരിവർത്തനത്തിലാണെങ്കിലും അത് സാധനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ധനമാണെങ്കിലും ഉള്ളതിൽ കുറച്ച് പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ധനം നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്കുള്ള സാധനം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്ത് നോക്ക്, ആ സാധനം നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകി വരും. അതുകൊണ്ട് കുറവുള്ളതിന് നികത്താൻ വേണ്ടി ദാനമാണ് വിധി. ആ വിധിയെ സ്വന്തമാക്കിയാൽ നിങ്ങൾക്കും ജീവിതത്തിലെല്ലാം കൊണ്ട് നിറഞ്ഞ ആളായി മാറാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു നിറവിൻ്റെ അനുഭൂതി നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.